ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിട്ട് പോവാം. ടൈറ്റിൽ മനസ്സിലായില്ലേ? ആ, മൂന്ന് പേര് ഒരു ഡോക്ടറാണ്. ഹീറോയി റൗഡി ഗേൾ. അതെ, റൗഡി ഗേൾ. മാം, എന്താടാ കണ്ടുപിടിച്ച് കഴിഞ്ഞു മാം. ശരിടാ, ഞാൻ ജോലി ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് കുറേ ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. റൗഡി ഗേളാണ്. നിറയെ ബോയ്സ് ഇങ്ങനെ ഗേൾസിനെല്ലാം ഒരു മാതേശ. അതുകൊണ്ട് ഹീറോയ്ക്ക് കുറച്ച് ബോയ്സ് ഫാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു റൗഡി ഗേളാണ്. അങ്ങനെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാം ഹീറോയി. അതുപോലെ ബോയ്സ് ആവട്ടെ ഗേൾസ് ആണ് ചീറ്റ് ചെയ്ത അങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ബോയ്സ് എല്ലാം ഹീറോയ്ക്ക് കൂടെ ഒരു ബോസാണ്. ഹീറോയി ഒരു റൗഡി. അങ്ങനെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാം. അതുകൊണ്ട് ഹീറോയിൻ എപ്പോഴും ഒരു മാസ്ക് കോട്ട് ഇട്ട് എപ്പോഴായിട്ടിട്ട് നടക്കും. അതുമാത്രമല്ല ഹീറോയിൻ കണ്ടുപിടിച്ചോടാ വിക്കി. മാം, കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇവനാണോ ചെയ്തത്? എന്താടാ നീ ചെയ്തത്? മാം, സോറി മാം, ഞാനൊന്നും ചെയ്തില്ല മാം. അങ്ങനെയായിട്ട് വിക്കി അവിടെ ഗുഡ് ഓണായിരുന്നു. അവിടെ ഒരു വീഡിയോ ഓൺ ചെയ്തു. അവൻ എന്തെല്ലാം ചെയ്തത്? ആ CC ക്യാമറയിലുണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ വീട്ടിൽ വന്ന് ടോർച്ചർ ചെയ്യുക, ഡെയിലി വന്ന് ടോർച്ചർ ചെയ്യുക. അങ്ങനെ ആ കുട്ടി ഇപ്പോൾ മനസ്സിലായോ? മാം, എന്താണ് നീ ചെയ്ത് വെച്ചിട്ടുള്ളത്? മാഡം, ഞാനൊന്നും ചെയ്യില്ല മാം. അതൊന്നുമില്ല, അതെൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ ചീറ്റ് ചെയ്തു, അതുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടി വന്നു. ഇല്ല മാം, ഇവനെ ചീറ്റ് ചെയ്തില്ല മാം. ഇവനെ ഡെയിലി വന്നു ടോർച്ചർ ചെയ്യാം. പിന്നെ വേണ്ട ഒരു ക്യാമറ ഓൺ ചെയ്തു. അതിൽ അവൾ വന്ന് ടോർച്ചർ ചെയ്യുന്ന സംസാരിക്കുന്നില്ല കേട്ടു. നീ എന്തിനാ ഇവിടെ ചെയ്ത് ടോർച്ചർ? മാം, അത് അങ്ങനെ അവിടെ അടിച്ചു ശരിയാക്കി. ഇനി മേലെ ഇവളെ മെറുകിൽ നടത്ത്. അങ്ങനെ അവൻ്റെ കാല് ബോഡി ഗാർഡ് വെച്ച് 4-5 അടിക്ക് വെച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റായി അവൻ. അങ്ങനെയായിട്ട് അവന് ഇങ്ങനെ കാല് കൈ വിളിച്ചെടുത്തു. കുട്ടി, നീ വിഷമിക്കേണ്ട, എന്ത് പ്രശ്നമുണ്ടോ എന്നോട് പറയണം. അങ്ങനെ ഹീറോയി സ്മൈൽ ചെയ്ത് അവിടെ നിന്ന് പോയി. ഹീറോയി റൗഡ് ഗേൾ. അതായിട്ട് നിറയെ ആൾക്ക് ഹെൽപ്പ് ചെയ്യും. ഹീറോയി സീക്രട്ടായിട്ട് നിറയെ ഹെൽപ്പ് ചെയ്യും. ഹീറോയി ഒരു റെഡ് ഗേളാണ്. അങ്ങനെ ക്യൂട്ട് റെഡ് ഗേൾ. ഇങ്ങനെ ഇപ്പോൾ ഹീറോയി വീട്ടിലേക്ക് വന്നു. നല്ല അറുക്ക വന്നു. ബാപ്പ, മോളെ ആയിഷ, എവിടേക്കാ പോയിട്ട് വന്ന? ബാപ്പ, ഒന്നുമില്ലപ്പാ, അത് ഞാൻ വെളിയിൽ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഓ, വെളിയിലാ? ഹോംവർക്ക് ഉണ്ടായിരുന്നു ഡാഡി അവനായിട്ട് പറഞ്ഞു. ശരിടി, നീ പോയിട്ട് വന്നാൽ ശരിയാ. നീ പുറത്ത് അങ്ങനെ പോകണ്ട. അങ്ങനെ ബുർക്ക മാറ്റിയില്ലല്ലേ? ഇല്ല പപ്പ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോയത്. ആരെ വീട്ടിലാ? ഫാത്തിമൻ്റെ വീട്ടിലൊക്കെ പോയിട്ടത്. ഫാത്തിമ മറിച്ചിലിരിക്കുക. അടിപ്പാവി, നീ ഒരു റൗഡി ഗേൾ. അതുമാത്രമല്ല നിറയെ ഒരു മാഫിയ മതി. അതുകൊണ്ട് നീ ഒരു മാഫിയ ഗേൾ. അത് ഡാഡിക്ക് അറിയില്ല. അതൊരു ഭാഗ്യം. ഒരു മാഫിയ മതി നീ. എന്ത് പറയാ, ഡാഡിയോടുള്ള കളവല്ല പറയാ. വീട്ടിലെ പൂച്ചക്കുട്ടി, വെളിയിൽ കാട്ടിൻ്റെ ക്രാക്കിങ് ക്വീന്. എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് ചീത്തിച്ചിട്ട് മനസ്സിലോട്ട് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാൻ, അങ്കിൾ, ഫാത്തിമ, നീ അകത്ത് വന്ന് പോമാ? ഇല്ല അങ്കിൾ, അതൊന്നുമില്ല, എൻ്റെ വീട്ടിൽ ജോലിയുണ്ട്, എൻ്റെ പാപ്പ വിളിച്ചിരുന്നു, ഞാൻ പോവാം. ശരി മാ, ശരി, ഓക്കെ. അങ്ങനെ ഹീറോയിൻ്റെ സെക്യൂരിറ്റി മതിയാണ് ഫാത്തിമ വീട്ടിൽ പോയി. സമാധാനമായി. ഹീറോയ്ക്ക് 2 ഫോണുണ്ട്. ഒന്ന് ടച്ച് ഫോണും ഒന്ന് ബട്ടൺ ഫോണും. ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് അറിയില്ല. സീക്രട്ട് റൂമാണ്. ഹീറോയ്ക്ക് സീക്രട്ട് റൂം ഉണ്ടായിരുന്നു. ആ സീക്രട്ട് അത് ഹീറോയിൻ്റെ ഗ്രാൻഡ് പ അതേമാതിരി മാഫിയാണ്. മാഫിയ പറഞ്ഞ ഒരു മാഫിയ റൗഡി, നിറയെ ആൾക്ക് ഏൽപ്പിച്ചോ. അതേമാതിരി അത് സീക്രട്ടാണ്. ഹീറോയ്ക്ക് നല്ല ട്രെയിനിങ് കൊടുത്താണ് ഗ്രാൻഡ് പ പറഞ്ഞു സീക്രട്ട് ചെയ്യണം ജോലിയത്. അങ്ങനെ ആർക്കും അറിയില്ല. ഗ്രാൻഡ് പ ആണ് ഹീറോയ്ക്ക് കളിച്ചത്. ഗ്രാൻഡ് പക്ക് മനസ്സിലായി ഹീറോയ്ക്ക് ഇതിൽ ഇൻട്രസ്റ്റ്. ചെറിയ വയസ്സിൽ ഗ്രാൻഡ് പ സീക്രട്ട് ജോലി ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. ഗ്രാൻഡ് പ, നീ എന്താ ചെയ്യാ മോളെ? നീ കണ്ടുപിടിച്ചോ? ഗ്രാൻഡ് പ, എന്താ ചെയ്യാൻ? എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഗ്രാൻഡ് പക്ക് ഭയങ്കര ഹാപ്പിയായി. പെൺകുട്ടിയോട് ആൺകുട്ടിയോട് ഗ്രാൻഡ് പക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഗ്രാൻഡ് പയുടെ സ്ഥാനം പേരക്കുട്ടികൾക്ക് വേണമെന്ന്. അങ്ങനെ മകനിക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. മകനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ കണ്ട് അങ്ങനെ ഹീറോയിൻ്റെ സീക്രട്ടാണ് ഗ്രാൻഡ് പ ചെയ്യുന്നത്. അങ്ങനെ ഹീറോയിൻ നല്ല ജോലി ചെയ്തു. ഗ്രാൻഡ് പക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഗ്രാൻഡ് പ വന്നു. മോളെ, പോയിട്ട് വന്നു ഗ്രാൻഡ് പ. വാ, സീക്രട്ട് റൂം വാ. അങ്ങനെ ബാപ്പ, ഞാൻ പോയിട്ട് വരാം. മുത്തശ്ശേരിട്ടാൻ പോയിട്ട് ഗ്രാൻഡ് പേൻ്റെ കൂട്ട പോയിട്ട് വരാം. ശരി മാ, നീ പോ.
ഞാൻ എൻ്റെ ഗ്രാൻഡ് പാ സീക്രട്ട് ഡോർ തുറന്നു. അകത്ത് വന്നു രണ്ടുപേരും. സീക്രട്ട് റൂം അതിലാർക്കും അറിയില്ല. അത് എന്താ മിഷൻ ചെയ്തോ ഗ്രാൻഡ് പാ? നിറയെ മിഷൻ ചെയ്ത് കഴിഞ്ഞു ഗ്രാൻഡ് പാ. ഇപ്പം എന്താ? ശരിമ്മാ, നിറയെ മിഷൻ ചെയ്ത് കഴിഞ്ഞല്ലേ? ഗ്രാൻഡ് പാ അവൻ്റെ ഓർഡർ ചെന്ന് ദാ. എന്താ ഗ്രാൻഡ് പാ? 5 കേസ് വന്നിട്ടുണ്ട്. ഗ്രാൻഡ് പാ അവർ ഷോക്കായി. ഗ്രാൻഡ് പാ 5 കേസ് വന്നിട്ടുണ്ട്. ഈ 5 കേസ് നീ ഇവിടെ ജോലി ചെയ്ത്. ഇത് 6ാമത്തെ കേസ്. ഇത് നീ കൊറിയൊക്കെ പോകണം. ഗ്രാൻഡ് പാ എന്താ ഗ്രാൻഡ് പാ പറയുന്നത്? കൊറിയൊക്കെ? അതെവിടെ ഗ്രാൻഡ് പാ? പറഞ്ഞേക്ക് നീ കൊറിയൊക്കെ പോകണം. ഗ്രാൻഡ് പാ എൻ്റെ ബാപ്പ അവിടേക്ക് പോകാൻ വിടില്ലല്ലോ. അതെന്താ ഇപ്പം ചെയ്യുക ഗ്രാൻഡ് പാ? ഞാൻ വേറെ പ്ലാൻ വെച്ചിട്ടുണ്ടോ. നീ കൊറിയൊക്കെ പോകണം. അതുമാത്രമല്ല അവിടെ എൻ്റെ ഫ്രണ്ടോട് ഞാനും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ ഫാമിലിയെ പോയിട്ടോട്. പിന്നെ നീ അവിടെ നിന്ന് പോകണം. മനസ്സിലായോ? ശരി, ഈ 5 മിഷൻ നീ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഈ പ്ലാൻ നീ ചെയ്യും. ഇത് നീ ഫസ്റ്റ് ചെയ്തു. ഇത് നിനക്ക് പിന്നെ തരാം. താങ്ക് യു ഗ്രാൻഡ് പാ. അങ്ങനെ അതിൽ നോക്കി. അതെ, ഫസ്റ്റ് ഫയൽ കിട്ടി. ആ ഫയലിൽ ഒരു ഗേൾ, ഒരു ബിസിനസ് മാൻ ഗേൾ. അവളൊരു നല്ല ബിസിനസ്സാണ്. ഒരു ചെക്കൻ, ഒരു പോർ ബോയ് അവനെ ലവ് ചെയ്യുന്ന പറഞ്ഞിട്ട് ആ പെണ്ണ് പറ്റിച്ചായിരുന്നു. അവൻ സൂസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു. അത് ഗ്രാൻഡ് പാ ആണ്. ഗ്രാൻഡ് പാനോടും ആ ചെക്കൻ്റെ അച്ഛനെ വന്ന് പറഞ്ഞതായിരുന്നു. ഇതാണ് ഫയല്. ശരിടി, നിനക്ക് വെച്ചിട്ടുണ്ട്. ശരി, അവളെ ഫസ്റ്റ് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ആ കുട്ടീൻ്റെ വീട്ടിലേക്ക് ബിസിനസ്. ആ പെണ്ണൊക്കെ മാരേജാണ്. ആ ചെക്കൻ ഭയങ്കര സാഡായിട്ട് കയറിയായിരുന്നു. അങ്ങനെ കുട്ടി ചെക്കനൊക്കെ അറിയാൻ തുടങ്ങി. വിഷമിക്കണ്ടപ്പോൾ അവന് സാഡാകണ്ട. അവൻ ആ ബിസിനസ് മാൻ്റെ ഗേളിനെ അവൻ്റെ ഫുൾ ആ പെൺകുട്ടീനെ ഇത് ഒന്നാക്കാൻ നോക്കിയായിരുന്നു. നോക്കുമ്പോൾ ആ പെണ്ണ് കുറേ ആൾക്കൂടെ ഇങ്ങനെ റൊമാൻസ് ഇതെല്ലാം ചെയ്യാതെ. ആ കുട്ടി നേരില്ല. അങ്ങനെ വരുന്ന ആ ചെക്കനെ ലവ് ചെയ്ത് അങ്ങനെ ആ പെണ്ണിനെ നിർത്തിയാണ്. ആ പെണ്ണ് എന്തെല്ലാം ചെയ്തത് ഫുൾ വീഡിയോ കൊടുത്തു. ഓയറായി. ആ പെണ്ണൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പെണ്ണിൻ്റെ ബ്രേക്കപ്പ് വലിയ കുറേ പ്രശ്നമായി. ആ പെണ്ണിന്മേലെ കേസായി. അങ്ങനെ പെണ്ണ് ജയിലിൽ പോയി. ആ പെണ്ണിപ്പോൾ അന്ന് അറിയില്ലായിരുന്നു. കുറേ വർഷം കഴിഞ്ഞ് പെണ്ണ് ജയിലിൽ തന്നെ ഉണ്ടായിരുന്നു. അവനായിട്ട് ഇപ്പോൾ ആ ചെക്കനിക്ക് വേറെ ഒരു ബിസിനസ് മാൻ ഗേൾക്ക് ആ ചെക്കനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ആ ഗേൾ അങ്ങനെ പ്രപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ കുട്ടി ഇങ്ങനെ ചെയ്തതല്ല ഹീറോയിൻ നോക്കിയായിരുന്നു. ടോം അവളെ കണ്ടുപിടിയിട.